ഇന്ത്യയുടെ മിലിറ്ററി ഹെഡ്സ്, ചീഫല്ല ഹെഡ്സ്, ഓപ്പറേഷൻ ഹെഡ്സ് 3 പേരും കൂടെ ചേർന്ന് ഡൽഹിയിലൊരു വാർത്താ സമ്മേളനം നടത്തിയതെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അവിടെ ആർമി, എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ ബ്രീഫിംഗ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ അവിടെ ശരിക്കും ബ്രീഫ് ചെയ്യാൻ പറ്റാതെ രോഷം കൊണ്ട് വിറയ്ക്കുന്ന ഒരു നേവൽ അഡ്മിറൽ ഉണ്ടായിരുന്നു. മലയാളിയാണ്, പ്രമോദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടപ്പോഴത്തേക്ക് 2 കൈയും കെട്ടിയിട്ടിരിക്കുന്ന ഒരു സിംഹത്തിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തൊക്കെയോ നേവിക്ക് ചെയ്യാനുണ്ടായിരുന്നു യുദ്ധത്തിൽ, അവരെല്ലാം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നേവി എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തതായിട്ട്, എന്തെങ്കിലും ഒരു കൈകാര്യം ചെയ്തതായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെക്കോർഡ്സ് ഒന്നും ഇല്ല നമ്മുടെ കിട്ടിയതിൽ. ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാം വിന്യസിച്ചിരുന്നു, എല്ലാം തയ്യാറായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം അതിനു മുമ്പ് ഒരു വെടിനിർത്തലിലോട്ട് നമ്മൾ പോയി. അതിൻ്റെയൊക്കെ നിരാശ, ഫ്രസ്ട്രേഷൻ എന്നുള്ള വാക്കിന് നിരാശ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ആ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ സാധിച്ചു. അത് അടുത്ത ദിവസം നേവിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ നിരാശ മുഴുവൻ പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ ആണത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അതായത് നമ്മൾ യുദ്ധമുഖത്ത് എല്ലാം ചെയ്യാൻ, എല്ലാം തയ്യാറെടുത്ത്, എല്ലാ സന്നാഹങ്ങളോടെ നിൽക്കുകയും പെട്ടെന്ന് നിങ്ങളൊക്കെ തിരിച്ചു പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് തിളച്ച കത്തുന്ന തീയിൽ പെട്ടെന്ന് പെരുമഴ പെയ്ത പോലെ ആയിപ്പോയി. അതിൻ്റെ ഫ്രസ്ട്രേഷൻ കംപ്ലീറ്റ് അതിനകത്തുണ്ട്. അത് ഹിന്ദിയിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏകദേശ വാചകങ്ങൾ, കാര്യം ഒരു കവിത ആയതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് താഴെ കൊടുക്കാൻ പറ്റുന്നില്ല. കാവ്യാത്മകമായ വാക്കുകൾക്ക് നമുക്ക് കറക്റ്റ് ട്രാൻസ്ലേഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല, എന്നാൽ ഏകദേശം ഒരു ട്രാൻസ്ലേഷൻ ആ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ നേവി പ്രദർശിപ്പിച്ചതിനേക്കാളും വളരെ പതുക്കെയാണ്, സ്ലോ മോഷനിലാണ് ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. കാര്യം കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷേ വളരെ തീവ്രമായ ഒരു മെസ്സേജ് നമ്മൾ അടി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ആ മെസ്സേജിനകത്തുണ്ടായിരുന്നു. അത്രയ്ക്കും തീവ്രമായ ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ് എൻ്റെ പ്രേക്ഷകരുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ആ പോസ്റ്റ് ഞാൻ അതേപടി നിങ്ങൾക്ക് ഇടുന്നു. അതിൻ്റെ സ്ലോ ആയിട്ടുള്ള വെർഷനുണ്ട്, ഏറ്റവും അവസാനം അതിൻ്റെ ആക്ച്വൽ സ്പീഡിലുള്ള വെർഷനുണ്ട്. രണ്ടും നിങ്ങൾ കണ്ടു നോക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. मैं भी अब जाता हूँ, अंतिम संकल्प सुनाता हूँ, या कहना नहीं अब होगा जीवन जय या जीवन होगा। वचन नहीं तूने माना, मैं का मूल्य निकल जाना तो ले। मैं भी अब जाता हूँ, अंतिम संकल्प सुनाता हूँ, या चुना नहीं अब होगा जीवन जय या जीवन होगा। टकराएंगे ऊपर, हम तेरे बना डोलेगा।